നമസ്കാരം. ലണ്ടനിലെ ഒരു ഏജൻസി നൂറുകണക്കിന് കുടിയേറ്റക്കാരോട് അയർലൻഡിൽ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നതിനുള്ള അവകാശം നേടിത്തരാം എന്ന് വാഗ്ദാനം നൽകിയതായി ഡെയിലി എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. 1500 പൗണ്ടാണ് ഇതിനായി അവരിൽ നിന്നും ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, പാസ്പോർട്ട് വാങ്ങിവയ്ക്കുകയും ചെയ്തു. പിന്നീട് അവർ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ മറ്റൊരു 1000 പൗണ്ട് കൂടി നൽകണമെന്ന് പറയും. എന്നാൽ സ്ഥലത്തെത്തുമ്പോൾ അവർക്ക് ജോലി വാഗ്ദാനം നൽകിയ സ്ഥാപനം അവിടെ ഉണ്ടാകില്ല. പിന്നീട് ഇങ്ങനെ എത്തുന്നവരെ ഇന്റർനാഷണൽ പ്രൊട്ടക്ഷൻ സെന്ററിലേക്ക് മാറ്റുകയാണ് പതിവ്. അവിടെ വെച്ച് അവർ അഭയാർത്ഥിത്വം ലഭിക്കാനുള്ള അപേക്ഷ നൽകാൻ നിർബന്ധിതരായി മാറുകയും ചെയ്യും. ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം, ശരിയായ വിസയിൽ ബ്രിട്ടനിൽ എത്തുന്ന പലരും ഇത്തരക്കാരുടെ വലയിൽ വീണ് അഭയാർത്ഥിത്വത്തിന് അപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്നു എന്നതാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നുള്ള ഒരു വ്യക്തിയുടെ കഥയനുസരിച്ച് അയർലൻഡിലെ ഒരു സ്വതന്ത്ര MP വെളിപ്പെടുത്തിയത് ഇങ്ങനെയായിരുന്നു. ആഴ്ചയിൽ 10 മണിക്കൂർ ജോലി ചെയ്യുന്നതിന് അനുവാദമുള്ള വിസയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും എത്തിയ ഇയാൾ മനുഷ്യക്കടത്ത് സംഘത്തിന് 1500 പൗണ്ട് നൽകിയാണ് അയർലൻഡിൽ ജോലി ചെയ്യാനായി തിരിച്ചത്. ജോലി ആരംഭിക്കുമ്പോൾ 1000 പൗണ്ട് നൽകണമെന്ന് വ്യവസ്ഥയുണ്ടായിരുന്നു. അതിനുള്ള ഉറപ്പ് എന്ന നിലയിൽ അവർ അയാളുടെ പാസ്പോർട്ട് പിടിച്ചുവെച്ചു. അയാളെ ലിവർപൂളിൽ എത്തിച്ച ശേഷം അവിടെ നിന്നും ഫെറി മാർഗം ബെൽഫാസ്റ്റിലേക്കും അതുപോലെ പിന്നെ ഡബ്ലിനിലേക്കും എത്തിച്ചു. ജോലി ചെയ്യേണ്ട സ്ഥാപനത്തിന്റെ പൂർണ്ണമായ വിലാസവും പോസ്റ്റ് കോഡും എല്ലാം ഇയാൾക്ക് നൽകിയിരുന്നു. എന്നാൽ ഈ വിലാസത്തിൽ എത്തിച്ചേർന്ന ഇയാൾ കാണുന്നത് അവിടെ ഒരു ഇന്റർനാഷണൽ പ്രൊട്ടക്ഷൻ ഓഫീസാണ്. മനുഷ്യക്കടത്ത് മാഫിയ അയച്ച 5 പേരടങ്ങിയ സംഘത്തിലെ ഒരു വ്യക്തിയായിരുന്നു ഇയാളെന്നും MP പറഞ്ഞു. സമാനമായ രീതിയിൽ ഇതേ ഏജൻസി ഏതാണ്ട് 30ഓളം പേരെ അയർലൻഡിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ച വ്യക്തി അയർലൻഡ് അസൈലം സിസ്റ്റത്തിൽ നിന്നും പുറത്തു കടന്ന് ബ്രിട്ടനിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ അയാളുടെ കൈവശം പാസ്പോർട്ടില്ല. അത് ഏജൻസി പിടിച്ചെടുത്തിരിക്കുകയാണെന്നും MP അറിയിച്ചു. നിഷ്കളങ്കരെ കബളിപ്പിച്ച് പണം തട്ടാൻ ശ്രമിക്കുന്ന സംഘങ്ങൾ തങ്ങളുടെ രാജ്യത്തെയും ദുരുപയോഗം ചെയ്യുകയാണെന്നും അത് തടയുന്നതിനുള്ള കർശന നടപടികൾ കൈക്കൊള്ളണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും റുവാണ്ടൻ പദ്ധതി നടപ്പിലാകുമെന്ന വികാരം ശക്തമായതിനോടെ ലണ്ടനിലും മനുഷ്യക്കടത്ത് സംഘങ്ങൾ രൂപം കൊള്ളുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അയർലൻഡിൽ ജോലിയും സുരക്ഷയും ഉറപ്പു നൽകി നൂറുകണക്കിന് ആളുകളെ കടത്തുന്നതായി റിപ്പോർട്ടിൽ വന്നിരിക്കുകയാണ്. UK-യിൽ കടത്ത് സജീവമായിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. നിരവധി പേരാണ് ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്.